പ്രിയമുള്ളവരെ, എല്ലാവർക്കും മുകുളം മലയാളം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 2025 ഒക്ടോബറിൽ നടന്ന SSLC തുല്യതാ പരീക്ഷയുടെ മലയാളം പേപ്പറിൻ്റെ മുഴുവൻ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ എഴുതിയ ഉത്തരങ്ങൾ എത്ര കണ്ട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് വീഡിയോ സഹായിക്കും. ഈ ഉത്തരങ്ങളുടെ വിശദമായ PDF ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻ്റ് ചെയ്തെടുക്കുകയോ അത് വെച്ച് നിങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യുക. നമുക്ക് നേരിട്ട് ചോദ്യത്തിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം പട്ടിക ശരിയായി ക്രമീകരിക്കുക എന്നുള്ളതാണ്. 6 മാർക്കാണ്. അതിൽ 6 ഭാഗങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശരിയായി ഉത്തരം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതാകും. ഇത് അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലുള്ളതാണ്. സാറ ജോസഫാണ് രചയിതാവ്. രണ്ടാമത്തത്, ഉയർന്ന കന്മതിലുകൾ ആകാശം മുട്ടുന്നത് പോലെ. ഇത് അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ എന്ന ലേഖനത്തിൽ നിന്ന് എടുത്തതാണ്. രചയിതാവ് MF തോമസ് ആണ്. മൂന്നാമത്തത്, എനിക്ക് നാട്ടിൽ പോകണം, എനിക്കിവിടെ വയ്യ, ആടുജീവിതത്തിലുള്ളതാണ്. രചയിതാവ് ബെന്യാമിനാണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളത്തിലുള്ള കാര്യങ്ങൾ ശരിയായി യോജിപ്പിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് 6 സ്കോർ ലഭിക്കും. 2 മുതൽ 5 വരെ ചോദ്യങ്ങൾക്ക് 1 സ്കോർ വീതമാണ്. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, ആ മുഖം എൻ്റെ കണ്ണിൽ തെളിഞ്ഞതും എൻ്റെ ഉള്ളിലൂടെ ഒരു കൊടും വെള്ളിടി പാഞ്ഞുപോയി. കൊടും വെള്ളിടി പാഞ്ഞുപോയി എന്ന പ്രയോഗത്തിൽ തെളിയുന്ന കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥ എന്ത് എന്നാണ്. ഭയം കൊണ്ട് നടുങ്ങിപ്പോയി എന്നതാണ് ശരി. മൂന്നാമത്തത്, ശാസ്ത്രം ജീവിത വീക്ഷണമാകുന്ന അവസ്ഥയെയാണ് നെഹ്റു സയന്റിഫിക് ടെമ്പർ എന്ന് വിളിച്ചത്. ജീവിത വീക്ഷണം എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്ത്? ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണമാണ് ജീവിത വീക്ഷണം. അപ്പോൾ ശരി ഉത്തരം രണ്ടാമത്തേതാണ്. നാലാമത്തെ ചോദ്യം, നിന്നഭാവത്തിൽ ഇന്ന് അനുഭവിക്കുന്നു ഞാൻ അമ്മയെ പണ്ടു പിരിഞ്ഞതിൻ വേദന. നഗരത്തിലൊരു യക്ഷൻ എന്ന കവിതയിലുള്ളതാണ്. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്ത്? വിരഹ ദുഃഖത്തിന്റെ തീവ്രതയാണ് ഈ വരികളിലൂടെ കവി സൂചിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം, മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റി അവിടെ സുഖമായി ജീവിക്കുന്ന മനുഷ്യന്റെ അടങ്ങാത്ത അനുകൂലനത്തെപ്പറ്റി കൂടിയാണ് ഈ സിനിമ. മരുഭൂമിയെ പൂങ്കാവനമാക്കി മാറ്റിയത് ആര്? ബഷീർ ആണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യത്തിന് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതണം. 2 സ്കോറാണ്. ഒരുപാട് ഉത്തരങ്ങൾ എഴുതി സമയം കളയേണ്ടതില്ല. പ്രധാനപ്പെട്ട 2 മൂല്യാംശങ്ങൾ, വാല്യൂ പോയിന്റ്സ് നിങ്ങൾ എഴുതിയാൽ മതി. ഒരിക്കൽ പക്ഷികളുടെ ആകർഷകമായ കൂജനങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഉഷസ്സുകൾ ഇന്ന് അസാധാരണമാംവിധം നിശബ്ദമാണ്. റോബിൻ കുരുവികൾ പാടുന്നില്ല. ഇവിടെ ലേഖിക സൂചിപ്പിക്കുന്നത് എന്ത്? വ്യക്തമാക്കുക. ഇവിടെ സൂചിപ്പിക്കുന്നത് റോബിൻ കുരുവികളുടെ വംശനാശത്തെയാണ് എഴുത്തുകാരി സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യന്റെ ഇടപെടൽ മൂലം പക്ഷികളുടെ കളകൂജനങ്ങൾ ഇല്ലാത്ത പ്രഭാതങ്ങളാണ്, ഉഷസ്സുകളാണ് ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ ഉഷസ്സുകൾ നിശബ്ദമായി. പിന്നീട് ഒരു കാര്യം കൂടി ചേർക്കാം. DDT പോലുള്ള കീടനാശിനികളുടെ ഉപയോഗം റോബിൻ പക്ഷികളുടെ വംശനാശത്തിന് ഇടയാക്കിയതുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതിയാൽ മതി. 7 മുതൽ 13 വരെ ചോദ്യങ്ങളിൽ 6 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 4 സ്കോറാണ്. ഇവിടെ 7 ചോദ്യങ്ങൾ തന്നിരിക്കും. 6 എണ്ണത്തിന് നിങ്ങൾ ഉത്തരം എഴുതാം. അപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്, ഏറ്റവും നന്നായി അറിയുന്ന 6 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ 4 സ്കോറാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട 4 വാല്യൂ പോയിന്റ്സ്, സൂചനകൾ നിങ്ങളുടെ ഉത്തരത്തിൽ വന്നിരിക്കണം. 7ാമത്തെ ചോദ്യം, ഭംഗി വിവരിക്കുക. ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങൾ പോലെ, മൈഥിലി മയിൽപേട പോലെ സന്തോഷം പൂണ്ടാർ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും. സീതാ സ്വയംവരത്തിലെ വരികളാണ്. വരികളിലെ സാദൃശ്യ കൽപ്പനയുടെ ഭംഗി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപമകൾ എന്തിനോടൊക്കെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇവിടെ കവിതാഭാഗം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇവിടുത്തെ സദൃശ്യ കൽപ്പനകൾ കണ്ടെത്തിയിരിക്കണം. പ്രധാനപ്പെട്ടത് ഇടിവെട്ട്, വിൽമുറിഞ്ഞ ഒച്ചയാണ് ഇടിവെട്ടിനോട് സാദൃശ്യപ്പെടുത്തുന്നത്. രാജാക്കന്മാരെ, പേടിച്ച് വിറച്ച രാജാക്കന്മാരെ ഉരകങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. മൈഥിലിയെ, സീതയെ മയിൽപേട പോലെ, ആനന്ദ നൃത്തം ചെയ്യുന്ന മയിൽപേടയെ പോലെ അല്ലെങ്കിൽ മയിൽപേടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പ്രാസഭംഗിയുണ്ട്. ഇടിവെട്ടുക, നടുങ്ങുക തുടങ്ങിയ പദങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അനുയോജ്യമായ ഭാഷയിൽ കാര്യങ്ങൾ എഴുതി വെച്ചാൽ 4 മാർക്ക്
കിട്ടും. 8ാമത്തെ ചോദ്യം, കുറിപ്പ് തയ്യാറാക്കുക. പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കൾ ഇവർ, വസുധയുടെ വസ്ത്രമൊരിയുന്നു, വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. ഭൂമിക്കൊരു ചരമഗീതം എന്ന ONV കുറിപ്പിന്റെ കവിതയിലുള്ള ഭാഗമാണ്. പ്രകൃതിയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനത്തെ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വരികളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കും. പ്രകൃതിയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനമായിരിക്കണം ഉത്തരമായി വരേണ്ടത്. ഇവിടെ കവിയെക്കുറിച്ചും തന്നിരിക്കുന്ന കവിതാഭാഗത്തെക്കുറിച്ചും സൂചിപ്പിക്കണം. പ്രകൃതിയോടുള്ള വർത്തമാനകാല സമൂഹത്തിന്റെ സമീപനം കണ്ടെത്തിയിരിക്കണം. ഭൂമിക്ക് മക്കളെ ഏൽപ്പിക്കുന്ന പരിക്ക്, ഭൂമി അമ്മ വസ്ത്രാക്ഷേപത്തിന് വിധേയാകുന്നത്, അതിയായ തോതിലുള്ള വനനശീകരണം, പ്രകൃതി വിഭവങ്ങൾ എല്ലാം വിൽപ്പന ചരക്കാവുന്ന, എല്ലാം വിറ്റ് സ്വന്തം കീശ ഉയർപ്പിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ പെരുമാറ്റം, ആർഭാടമായ ജീവിതത്തിന് പ്രകൃതിയുടെ കടക്കൽ കത്തിവെക്കുന്ന വർത്തമാനകാല സമൂഹത്തിന്റെ പ്രവണത. ഇത്രയും കാര്യങ്ങളാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായി വരേണ്ടത്. 9ാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് സ്വാഭിപ്രായം സമർത്ഥിക്കുക. നാൾതോറും ഇരട്ടിക്കുന്ന യൗവനം തരുന്ന ഗുഡുഗുഡു, ഇതാ ഒരിക്കലും ചുളിയാത്ത നെറ്റി തരുന്ന പോലീസ്, പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ. പരസ്യങ്ങളിലെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളോടുള്ള കവിയുടെ പരിഹാസമാണോ വരികളിൽ തെളിയുന്നത്? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കും. ഒരു സ്വാഭിപ്രായ കുറിപ്പാണ് ഉത്തരമായി വരേണ്ടത്. 9ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് എന്തെല്ലാം പ്രധാനപ്പെട്ട ആശയങ്ങൾ ചേർക്കാൻ പറ്റും? കവിയെക്കുറിച്ചും കവിതാഭാഗത്തെക്കുറിച്ചും ഒന്ന് സൂചിപ്പിക്കുക. പിന്നെ പരസ്യങ്ങളിലെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളോട് കവിയുടെ പരിഹാസമാണ് വരികളിൽ തന്നിരിക്കുന്നത്. ഇല്ലാത്തത് ഉണ്ടെന്ന പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, ഇത്തരം പരസ്യങ്ങളുടെ മോഹവലയങ്ങളിൽപ്പെട്ട് യുവതലമുറ അതിന് അടിമയാകുന്നതിന്റെ ഒരു സൂചന. സെലിബ്രിറ്റികളെയും മറ്റും ഉപയോഗിച്ച് മനുഷ്യരെ പോളിസികള്, മരുന്ന് കമ്പനികളുടെ ആകർഷകമായ പരസ്യങ്ങൾ എന്നിവയ്ക്കെല്ലാം എതിരെയുള്ള ഒരു പരിഹാസം തന്നെയാണ് ഈ വരികളിൽ ഉൾക്കൊള്ളുന്നത്. പുതിയ കാലത്ത് അല്ലെങ്കിൽ ആധുനിക കാലത്ത് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വഴിയുള്ള ഇത്തരം പരസ്യങ്ങൾ മനുഷ്യനെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. ഇല്ലാത്ത വാഗ്ദാനങ്ങൾ നൽകി മനുഷ്യനെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ, അതിനോടുള്ള പരിഹാസമാണ് വരികളിൽ ഉള്ളത്. 10ാമത്തെ ചോദ്യം, കുറിപ്പ് തയ്യാറാക്കൂ. 15ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം കഴിഞ്ഞത്. വിവാഹത്തിന്റെ തലേ ദിവസമാണ് ഞാൻ അറിഞ്ഞത് മറ്റന്നാൾ എൻ്റെ കൊടുക്കയാണ് എന്ന്. ഇക്കാലത്തെ സ്ത്രീ ജീവിതാവസ്ഥയെക്കുറിച്ച് ആത്മകഥാഭാഗത്ത് നിന്ന് മനസ്സിലാകുന്നത് എന്നെല്ലാം കുറിപ്പ് തയ്യാറാക്കുക. ദേവകി നിലയങ്കോടിന്റെ മനേരിച്ചിൽ എന്ന പാഠഭാഗത്തിലെ സൂചനയാണ്. അതില് സ്ത്രീ ജീവിതാവസ്ഥകളാണ് ഉത്തരം ആയിട്ട് എഴുതേണ്ടത്. എഴുത്തുകാരിയെക്കുറിച്ചും ലേഖന ഭാഗത്തെക്കുറിച്ചും സൂചിപ്പിക്കുക. കാലത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന സ്ത്രീ അവസ്ഥകളെക്കുറിച്ച് കണ്ടെത്തണം. മനേരിക്കൽ, വിവാഹം, ആചാരഭാഷ, വീട് മാറുന്നതിനെയാണ് മന തിരിക്കൽ എന്ന അർത്ഥത്തിൽ അത് ഉപയോഗിക്കുന്നത്. വരനാര്, എവിടേക്കാണ് വേളി, ഒന്നും അറിയാതെ പെൺകുട്ടികൾ വീട്ടിൽ കഴിയുന്ന അവസ്ഥ. വിവാഹ പ്രായത്തെക്കുറിച്ച് ഒന്നും രക്ഷിതാക്കൾ ആലോചിച്ചിരുന്നില്ല. പഠനത്തിന് പ്രയാസം നേടുന്ന രീതിയായിരുന്നു പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്നത്. ഋതുമതിയായവർ മനയിൽ നിന്ന് പുറത്തിറങ്ങുന്നത് തുടങ്ങിയ ശാസനകൾ ഉണ്ടായിരുന്നു. വിവാഹ വിവരം തലേ ദിവസം മാത്രമാണ് കുട്ടികൾ അറിഞ്ഞിരുന്നത്. പെൺകുട്ടികൾ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യം അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അതുപോലെ സ്ത്രീ വിരുദ്ധ പ്രയോഗങ്ങൾ, വാക്കുകൾ, സ്ത്രീകൾക്ക് വിശേഷാവസരങ്ങളിൽ, അതായത് സഹോദരന്മാരുടെയോ അതേ ബന്ധുക്കൾ ആരുടെയെങ്കിലും വിവാഹ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്തരത്തിലുള്ള സ്ത്രീ വിവേചനങ്ങൾ ദേവകി നിലയങ്കോട് ഈ ലേഖനത്തിൽ, ആത്മകഥയിൽ പറയുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട 4-5 സൂചനകൾ ചേർത്ത് ഉത്തരം എഴുതിയാൽ മതി. ഇനി 11ാമത്തെ ചോദ്യം, വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. സുശീല, ഞാനെന്താ ചെയ്യേണ്ടത്? എനിക്കൊരു പണി അറിയില്ല. പാറുക്കുട്ടി, ആരും പണി മുഴുവനെ പഠിച്ചിട്ടൊന്നല്ല ജനിച്ചു വീണത്, ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി. കല്യാണ സാരി എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തതാണ്. പാറുക്കുട്ടി ഉയർത്തിപ്പിടിക്കുന്ന ജീവിത കാഴ്ചപ്പാടിന്റെ പ്രസക്തി എന്താണ് എന്നാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. വിലയിരുത്തിയിട്ട് കുറിപ്പ് തയ്യാറാക്കാം. അപ്പം പാഠഭാഗത്തെക്കുറിച്ച് എഴുത്തുകാരനെ കുറിച്ചും സൂചിപ്പിക്കണം. പാറുക്കുട്ടി ഉയർത്തിപ്പിടിക്കുന്ന ജീവിത കാഴ്ചപ്പാടിന്റെ പ്രസക്തി കണ്ടെത്തിയിരിക്കണം. അധ്വാനിച്ച് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് പാറുക്കുട്ടിയുടെ സംഭാഷണത്തിൽ ഉൾക്കൊള്ളുന്നത്. ദാരിദ്ര്യം പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല. പണിയെടുത്ത് അല്ലെങ്കിൽ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം പാറുക്കുട്ടിയുടെ സംസാരത്തിലുണ്ട്. ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടായാൽ മതി, മാർഗം താനെ ഉണ്ടായി വരുമെന്നാണ് പാറുക്കുട്ടിയുടെ ഈ കാഴ്ചപ്പാട്. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉപജീവനത്തിലുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതിൻ്റെ പ്രാധാന്യമാണ് പാറുക്കുട്ടിയുടെ ഈ ഒരു സംഭാഷണത്തിൽ അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വയ്ക്കുന്ന ജീവിത കാഴ്ചപ്പാട്. 12ാമത്തെ ചോദ്യം, കുറിപ്പ് തയ്യാറാക്കുക. പത്മിനിയുടെ കാര്യത്തിൽ നമ്മളിനി എന്തു വേണമെന്നാണ് നിന്റെ അഭിപ്രായം എന്ന ചോദ്യം കുത്തി നിർത്തിയിരിക്കുന്ന വല്യച്ഛൻ്റെ കണ്ണുകൾ. എനിക്ക് നേരെ
പത്മിനിയുടെ കണ്ണിൽപ്പെടാതെ വന്നുകൊണ്ടേ ഇരിക്കുന്നു. പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന പാഠഭാഗത്ത് നിന്ന് എടുത്തതാണ്. ഈ കഥാസന്ദർഭത്തിൽ തെളിയുന്ന വല്യച്ഛൻ്റെ മാനസികാവസ്ഥ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കണം. കഥയിലെ അല്ലെങ്കിൽ ഈ പാഠഭാഗത്തിലെ വല്യച്ഛൻ്റെ മാനസികാവസ്ഥകൾ കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ പാഠഭാഗത്തെക്കുറിച്ച് സൂചിപ്പിക്കണം. കഥാസന്ദർഭത്തിലെ വല്യച്ഛൻ്റെ മാനസികാവസ്ഥകൾ കണ്ടെത്തിയിരിക്കണം. പത്മിനിക്കുട്ടിയെ പഴയ പത്മിനിക്കുട്ടിയായി കിട്ടാൻ വേണ്ടിയാണ് മോളെ എന്ന വല്യച്ഛൻ്റെ അടക്കിപ്പറച്ചിലുകൾ, പത്മിനി ഒന്നിലും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള കണ്ടെത്തലുകൾ, പരിഷ്കാരങ്ങളോട് മടിപ്പ് പ്രകടിപ്പിക്കുന്ന വല്യച്ഛൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ കാഴ്ചപ്പാട്, പഴയ ശീലങ്ങൾ മാറ്റിമറിക്കുന്നതിൽ വല്യച്ഛൻ ഏറെ അസ്വസ്ഥനാണ്. പുതിയ ജീവിത രീതി, ഭക്ഷണശീലം എല്ലാത്തിനോടും വല്യച്ഛന് വിപരീതമായ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കാഴ്ചപ്പാടാണുള്ളത്. പത്മിനി വീടിനെ അമിതമായി സ്നേഹിക്കുന്നതിൽ അമർഷം കൊള്ളുന്നുണ്ട്. തികച്ചും യാഥാസ്ഥികമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലെ വല്യച്ഛൻ എന്ന കഥാപാത്രം വെച്ച് പുലർത്തും. ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 പോയിന്റ്സ് നിങ്ങൾ ചേർത്ത് എഴുതുക. ഇനി 13ാമത്തെ ചോദ്യം നോക്കൂ. താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക. പേടിക്കേണ്ട ഒരാളല്ല, ഒരു ചങ്ങാതി തന്നെയാണെന്ന് തോന്നിയത് ആ ചെറിയ പുഞ്ചിരി, ആ ചെറിയ ചിരിച്ച നേരം തൊട്ടാണ്. ഒരു ചെറു പുഞ്ചിരി. മറ്റൊരു ഭാഗം തന്നിരിക്കുന്നത്, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അക്കിത്തത്തിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിലെ ഒരു ഭാഗമാണ്. 2 രചനാഭാഗങ്ങളിലെ ആശയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ചെറുപുഞ്ചിരി എന്ന തിരക്കഥാഭാഗത്തിലെയും അക്കിത്തത്തിൻ്റെ കവിതയിലെയും ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. അത് താരതമ്യം ചെയ്തിട്ടാണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ താരതമ്യം ചെയ്യുമ്പം സാമ്യങ്ങളും വ്യത്യാസങ്ങളും കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. ചെറുപുഞ്ചിരിയിലെ വരികളുടെയും 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതാഭാഗത്തിലെ ആശയം കണ്ടെത്തിയിരിക്കണം. കുറുപ്പ് അമ്മാളും അവരുടെ സംഭാഷണം, വാർദ്ധക്യത്തെ വളരെ സന്തോഷകരമായി കാണുന്ന ദമ്പതികളാണ്, മാതൃകാ ദമ്പതികളാണ് അവർ. കുറിപ്പിലെ നല്ല മനസ്സിനെ അല്ലെങ്കിൽ സൗഹൃദത്തെ, ചങ്ങാതിയെ കണ്ടെത്തിയ അമ്മിണിയമ്മയുടെ ആ ഒരു ഓർമ്മ, ആ പുഞ്ചിരിക്കുന്ന മുഖം തിരക്കഥാഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പുഞ്ചിരിയിലെ സ്നേഹം, കരുതൽ, സൗഹൃദം എന്നിവ അവതരിപ്പിക്കുന്ന വരികളുടെ പ്രാധാന്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുപുഞ്ചിരി എന്ന പാഠഭാഗത്തിന് തലക്കെട്ട് തന്നെ അങ്ങനെയാണ് അതിന് വരുന്നത്. അടുത്ത ഭാഗം, മറ്റുള്ളവർക്കായി ഒരു പുഞ്ചിരി ചെലവഴിക്കുന്നത് വഴി മനസ്സിൽ നിറയുന്ന നിർമ്മലമായ പൗർണമിയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരോട് പുഞ്ചിരിക്കുമ്പോൾ നമുക്ക് സ്വയം ഉണ്ടാകുന്ന ആ ഒരു മാനസികമായ സംതൃപ്തി, അതിനെക്കുറിച്ചാണ് അക്കിത്തം പറയുന്നത്. അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന സന്തോഷത്തെ നിത്യനിർമ്മലമായ ഒരു പൗർണമിയായിട്ടാണ് അക്കിത്തം കാണുന്നത്. തന്നിരിക്കുന്ന 2 ഭാഗങ്ങളുടെയും സമാനമായ ആശയങ്ങൾ കണ്ടെത്തിയിട്ട് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് എഴുതുകയാണ് വേണ്ടത്. ആ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് പൂർണ്ണമായും സ്കോറും ലഭിക്കും. 14 മുതൽ 18 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. 5 എണ്ണം ഉണ്ടാകും. നിങ്ങൾക്ക് അറിയുന്ന 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. സ്കോർ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മാർക്കാണ്. ഒരു പുറത്തിൽ കവിയാതെ എന്തായാലും ഉത്തരം എഴുതിയിരിക്കണം. ഒരു 6 പ്രധാനപ്പെട്ട മൂല്യാംശങ്ങൾ ചേർത്തിരിക്കണം. പ്രഭാഷണം തയ്യാറാക്കുക എന്നതാണ് 14ാമത്തെ ചോദ്യം. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്കവേണം. വെള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിതയിൽ നിന്നെടുത്തതാണ്. ഒരു വൈദേശിക അധ്യയന ഭാഷ ചെറുപ്പക്കാരുടെ മേൽ അനർഹമായ ഭാരം ചുമത്തുന്നു. അതവരുടെ നൈസർഗിക സിദ്ധികളെ അപഹരിക്കുന്നു, വളർച്ച മുട്ടിക്കുന്നു, അവരെ സ്വന്തം വീട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തുന്നു. മഹാത്മാഗാന്ധി. അധ്യയന മാധ്യമം മാതൃഭാഷയാകണമെന്നുള്ള ലേഖനത്തിലെ ഭാഗമാണ്. മുകളിൽ നൽകിയ നിരീക്ഷണങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും അടിസ്ഥാനമാക്കി പഠനം മാതൃഭാഷയിലാകണം എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രഭാഷണത്തിനൊരു ഘടനയുണ്ട്. ആ ഘടന പാലിച്ചിരിക്കണം. എന്താണ് ആ ഘടന? ഒരു അഭിസംബോധന ഉണ്ടായിരിക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട നല്ലൊരു ആമുഖം, ഒരു തുടക്കം കൊടുത്തിരിക്കണം. വിഷയവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം കൃത്യമായും ചേർത്തിരിക്കണം. അതുപോലെ തന്നെ നല്ലൊരു ഉപസംഹാരവും നിങ്ങളുടെ പ്രഭാഷണത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ വെള്ളത്തോളിൻ്റെ വരികൾ മാതൃഭാഷയുടെ മഹത്വം ഉദ്ഘോഷിക്കുന്ന വരികളാണ്. ഏതൊരു ഗഹനമായ ആശയവും സ്വന്തം ഭാഷയിൽ അല്ലെങ്കിൽ മാതൃഭാഷയിൽ ശ്രവിക്കുമ്പോഴാണ് ഏറ്റവും ഹൃദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് ഗാന്ധിജിയുടെ ലേഖനത്തിലും പറയുന്നത്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് ഗാന്ധിജിയുടെ ലേഖനത്തിൻ്റെയും പ്രാധാന്യം. മാതൃഭാഷയിലൂടെ ആയിരിക്കണം അധ്യയനം നടത്തേണ്ടെങ്കിൽ അധ്യയന മാധ്യമം
മാതൃഭാഷയായിരിക്കണം എന്നാണ് ഗാന്ധിജി പറയുന്നത്. അധ്യയന മാധ്യമം മാതൃഭാഷയിലൂടെ ആയിരിക്കണം. അന്യഭാഷയിലുള്ള അധ്യയനം കുട്ടികളിൽ അനർഹമായ ഭാരം ചുമത്തുന്നു, അവരുടെ ജന്മവാസനകളെ അതുപോലെ സിദ്ധികളെ മുരടിപ്പിക്കുന്നു അല്ലെങ്കിൽ അപഹരിക്കുന്നു, വളർച്ച മുരടിപ്പിക്കുന്നു. സ്വന്തം ഭാഷ അറിയാതെ സ്വന്തം വീട്ടിൽ വളരുന്നവരുടെ അവസ്ഥയാണ് മാതൃഭാഷ അറിയാതെ അന്യഭാഷയിലൂടെ പഠനം നടത്തുന്നവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മാതൃഭാഷയിലൂടെയുള്ള അധ്യയനമാണ് ഒരാളെ പൂർണ്ണനാക്കുന്നത് എന്ന കാഴ്ചപ്പാടാണ് ഗാന്ധിജി അവതരിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് പ്രഭാഷണം അവസാനിപ്പിക്കുക. 6 മാർക്കിൻ്റെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഇനി കഥാനിരൂപണം തയ്യാറാക്കുക. 15ാമത്തെ ചോദ്യം കഥാനിരൂപണം തയ്യാറാക്കാനാണ്. നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല, ഞാനൊരു വിഷയത്തെയും ആരാധിക്കുന്നില്ല, എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്, എൻ്റെ ഭാര്യ അസ്മാബിക്കുമുണ്ട് സ്നേഹം. തേന്മാവ് എന്ന കഥയിലുള്ള ഭാഗമാണ്. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴങ്ങിപ്പോകുന്ന കഥയാണ് തേന്മാവ്. പ്രസ്താവനയും കഥയും വിശകലനം ചെയ്ത് കഥാനിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പം മൊത്തം കഥയെക്കുറിച്ചുള്ളൊരു നിരൂപണമാണ് ഇവിടെ ഉണ്ടാകേണ്ടത്. കഥയെക്കുറിച്ചും കഥാകാരനെക്കുറിച്ചും സൂചിപ്പിക്കണം. കഥയിലെ കഥാപാത്രങ്ങൾ, അവരുടെ സമീപനങ്ങളെ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. യൂസഫ് സിദ്ദീഖ് എന്ന ആ വൃദ്ധൻ ദാഹം തീർക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആ തേന്മാവിൻ തൈയിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നീടാണ് അദ്ദേഹം വെള്ളം കുടിക്കുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യുന്നു, മരിച്ചു പോവുകയും ചെയ്യുന്നു. റഷീദും ഭാര്യ അസ്മയും തേന്മാവിനെ അവരുടെ വളപ്പിലേക്ക് മാറ്റി നടുന്നു, പറിച്ചു നടുന്നു. അവരുടെ മകന് ഈ വൃദ്ധൻ്റെ യൂസഫ് സിദ്ദീഖ് എന്ന പേര് അവർ നൽകുന്നുണ്ട്. തേന്മാവ് ആ വൃദ്ധൻ്റെയും കൂടി പ്രതീകമായി മാറുന്നത് സൂചിപ്പിക്കണം. സാധാരണ ഒരു ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലെ കഥാകാരൻ കഥ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും കഥയാണോ ജീവിതമാണോ എന്നറിയാതെ വായനക്കാരൻ കുഴഞ്ഞു പോകുന്ന ഒരു കഥയായി തേന്മാവ് മാറുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം നിരീക്ഷണങ്ങളോട് ചേർത്തിട്ട് ഉചിതമായൊരു നിരൂപണം തയ്യാറാക്കിയാൽ മുഴുവൻ സ്കോറും നിങ്ങൾക്ക് ലഭിക്കും. ഇനി 16ാമത്തെ ചോദ്യം നോക്കുക. 6 മാർക്കിൻ്റെ ചോദ്യം തന്നെയാണ്. ഒരഴുക്കും പുരളാത്ത തെളിഞ്ഞ സൗഹൃദം നമുക്ക് സ്വന്തമാകട്ടെ. ആദ്യ കത്തിൽ പെൺകുട്ടികൾ സ്വയം വർണ്ണിക്കാൻ പാടില്ലെന്നൊരു നിയമമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരു വീക്ഷണത്തിലും പൊരുത്തമില്ലാത്ത നമുക്ക് ഈ സൗഹൃദം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വെബ്സൈറ്റ് എന്ന കഥയിൽ ഉള്ള ഭാഗമാണ്. മുകളിൽ നൽകിയ സംഭാഷണവും കഥയും വിശകലനം ചെയ്ത് സ്മിത എന്ന കഥാപാത്രത്തിൻ്റെ നിരൂപണം തയ്യാറാക്കണം. അതായത് ഒരു കഥാപാത്ര നിരൂപണമാണ് ഉത്തരമായി വരേണ്ടത്. കഥാപാത്ര നിരൂപണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കഥയെയും കഥാപാത്രത്തെയും പരിചയപ്പെടുത്തണം. വെബ്സൈറ്റ് എന്ന കഥയിലെ സ്മിത എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കണ്ടെത്തണം. കഥയിൽ കഥാപാത്രത്തിനുള്ള പ്രാധാന്യം രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ കഥയുടെയും കഥാപാത്രത്തിൻ്റെയും ആനുകാലിക പ്രസക്തി കൂടി ചേർത്തുകൊണ്ട് ഉചിതമായ ഒരു കഥാപാത്ര നിരൂപണം നിങ്ങൾ ചേർത്താൽ മതി. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 5-6 കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കും. 17ാമത്തെ ചോദ്യം ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ്. എന്നാൽ നെഹ്റു മുന്നോട്ട് വെച്ച ശാസ്ത്രാവബോധത്തിൻ്റെ കാര്യത്തിൽ രാജ്യം ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ പലതും തിരിച്ചു വരുന്നു. ശാസ്ത്രവിരുദ്ധതയും കപടശാസ്ത്രങ്ങളും പൊതുബോധത്തിൽ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നു. നെഹ്റുവും ശാസ്ത്രാവബോധവും എന്ന ലേഖനത്തിൽ നിന്ന് എടുത്ത ഭാഗമാണ്. ലേഖന ഭാഗവും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് ശാസ്ത്രാവബോധമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കാം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കണം. അപ്പോൾ ഈ ലേഖനവുമായി ബന്ധപ്പെട്ട പ്രധാന ആശയങ്ങൾ, നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടുകൾ, ശാസ്ത്രീയ മനോഭാവങ്ങളോട് പുതിയ തലമുറയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, അതെല്ലാം ഇതിൽ ഉത്തരമായിട്ട് വരേണ്ടതുണ്ട്. അപ്പം തന്നിരിക്കുന്ന ഉപന്യാസത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ കൃത്യമായി നൽകിയിരിക്കണം. എന്താണ് തലക്കെട്ട്? ശാസ്ത്രാവബോധമുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കും. നെഹ്റുവും ശാസ്ത്രബോധവും എന്ന ലേഖനത്തിലെ ശാസ്ത്രാവബോധങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കണം. നെഹ്റു മുന്നോട്ട് വെച്ച ശാസ്ത്രീയമായ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയെന്ന് സൂചിപ്പിക്കണം. ഈ കാഴ്ചപ്പാടുകളിൽ നിന്ന് രാജ്യം പിന്നോട്ട് പോകുന്നതിൻ്റെ സൂചനകൾ എഴുതിയിരിക്കണം. നാം പടിയടച്ചു പിണ്ടം വെച്ച അന്ധവിശ്വാസങ്ങൾ പലതും തിരിച്ചു വരുന്നതിൻ്റെ സൂചനകളുണ്ട്, അവ രേഖപ്പെടുത്താം. ശാസ്ത്രവിരുദ്ധതയും കപടശാസ്ത്രങ്ങളും
പൊതുബോധത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതിൻ്റെ സൂചനകൾ എഴുതിയിരിക്കണം. ശാസ്ത്രീയമായ മനോഭാവം വളർന്നു വരേണ്ടതിൻ്റെ ആവശ്യകത പറയണം. സമൂഹത്തെ ശാസ്ത്രബോധമുള്ള വിഭാഗമായി കെട്ടിപ്പടുക്കേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിരിക്കണം. സ്വന്തമായ നിരീക്ഷണങ്ങൾ കൂടി ചേർത്തുകൊണ്ടുള്ള അവതരണമാണ് വേണ്ടത്. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു പുറത്തിൽ കവിയാതെ വിശദമായിട്ട് ഉത്തരം എഴുതുക. ഇനി 18ാമത്തെ ചോദ്യം ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നിങ്ങൾ പഠിച്ച പന്തങ്ങൾ എന്ന കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ പന്തങ്ങൾ എന്ന കവിത നിങ്ങൾ നന്നായി പഠിച്ചതാണ്. നമ്മൾ മോഡൽ പരീക്ഷയിലും ഇതിൽ നിന്ന് ചോദ്യം വന്നിരുന്നു. അതിൻ്റെ വിശദമായ ഉത്തരം നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചിട്ട് കവിതയും വരികളും വിശകലനം ചെയ്ത് ആശയം, സൗന്ദര്യാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ആസ്വാദനക്കുറിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് പന്തങ്ങൾ എന്ന കവിതയാണ്. അപ്പം പന്തങ്ങൾ എന്ന കവിത എഴുത്തുകാരനെ പരിചയപ്പെടുത്തിയിരിക്കണം. പിന്നെ തന്നിരിക്കുന്ന കവിതാഭാഗത്തിൻ്റെ ആശയം കണ്ടെത്തിയിരിക്കണം. അതുപോലെ തന്നെ പന്തങ്ങൾ എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന പ്രമേയം എന്താണെന്നും സൂചിപ്പിച്ചിരിക്കണം. ഇരുട്ട് നിറഞ്ഞൊരു കാലഘട്ടത്തിൽ മനുഷ്യരാശിക്ക് വഴികാട്ടിയായി തീർന്ന പന്തങ്ങൾ എന്ന പ്രതീകാത്മകമായ സൂചന ചേർത്തിരിക്കണം. കവിതയുമായി ബന്ധപ്പെട്ട ഉപപ്രമേയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചേർക്കണം. പിന്നെ തന്നിരിക്കുന്ന ഭാഗത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എടുത്തെഴുതാം. എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം. അതുപോലെ തന്നെ അലങ്കാര കൽപ്പനകൾ, കവിതയെ മനോഹരമാക്കുന്ന അലങ്കാര കൽപ്പനകളുണ്ട്, അത് എടുത്തെഴുതണം. ഇന്നത്തെ കാലത്തുള്ള അല്ലെങ്കിൽ ആനുകാലിക പ്രസക്തി എന്താണെന്നും കൂടി കണ്ടെത്തി എഴുതിയാൽ നല്ലൊരു ആസ്വാദനമാകും. അപ്പോൾ ഈ ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ഉത്തരം എഴുതുന്നവർക്ക് ഒരു സ്കോറും നഷ്ടപ്പെടുകയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചോദ്യപേപ്പർ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. ഇതിൻ്റെ വിശദമായ ഉത്തരം നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. PDF നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരോട് പറയുക. ഇനി മറ്റൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും നമസ്കാരം.